നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ആൻ ആന്റി ഡെറിവേറ്റീവ് ബൈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ സേ cos 2x ആ ഫംഗ്ഷനിലെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ, നോട്ട് ബൈ യൂസിങ് ഡയറക്റ്റ് ഫോർമുല. കുറച്ച് ഫോർമുലാസ് പറഞ്ഞിരുന്നു, അത് വെച്ചല്ലാതെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ചെയ്യേണ്ടത് cos 2x ആണ് ഫംഗ്ഷൻ. ഈ cos 2x ഡെറിവേറ്റീവ് ആയി വരുന്ന ഫംഗ്ഷൻ ഏതാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് sin x ആണ് cos x. അപ്പൊ സൈനിന്റെ ഫംഗ്ഷൻ എടുക്കുമ്പോഴാണ് cos ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇവിടെ cos 2x ആയ കാരണം let us consider d by dx of sin 2x. Derivative of sin 2x. Sin 2x is cos 2x. Derivative of 2x is 2. Function of a function. Chain rule. So cos 2x into 2. നമുക്ക് ഇവിടെ വേണ്ടത് cos 2x ആണ്. So 2 bring to the left hand side. So 1 by 2 into d by dx of sin 2x equal to cos 2x, or d by dx of sin 2x by 2 equal to cos 2x. 1 by 2 ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് എടുത്തു. So sin 2x into 1 by 2 or sin 2x by 2 equal to cos 2x. Therefore cos 2x ഡെറിവേറ്റീവ് ആയി വരുന്ന ഫംഗ്ഷൻ ഏതാണ്? sin 2x by 2. So one of the anti-derivative is sin 2x by 2. So we say anti-derivative of cos 2x is sin 2x by 2 is the required answer. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആയി വരുന്ന ഏതാണോ ആ ഫംഗ്ഷൻ വെച്ച് തുടങ്ങണം. സോ ആന്റി ഡെറിവേറ്റീവ് ഓഫ് cos 2x is sin 2x by 2. ഇതേമാതിരി അടുത്ത എക്സാമ്പിൾ നോക്കാം. ലെറ്റ് us consider e raised to 2x. ക്വസ്റ്റ്യൻ e raised to 2x ന്റെ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെയിം വേ ഡെറിവേറ്റീവ് ഓഫ് e raised to x ആണ് e raised to x. ഇവിടെ e raised to 2x ആയ കാരണം സോ വി റൈറ്റ് ഡെറിവേറ്റീവ് ഓഫ് e raised to 2x. Find the derivative of e raised to 2x. e raised to 2x e raised to 2x തന്നെ. ഇനി 2x അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ into 2. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് e raised to 2x ആണ്. അപ്പോൾ 2 എന്നുള്ള കോൺസ്റ്റന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരിക. സോ 1 by 2 into d by dx of e raised to 2x equal to e raised to 2x, or d by dx of e raised to 2x by 2 equal to e raised to 2x, from which we can say e raised to 2x derivative ആയി വരുന്ന ഫംഗ്ഷൻ ഏതാണ്? e raised to 2x by 2. So the anti-derivative of e raised to 2x is e raised to 2x by 2 എന്ന് conclude ചെയ്യണം. Therefore anti-derivative of e raised to 2x is e raised to 2x by 2, which is the required answer. ഇതേമാതിരി let us consider another example. അടുത്ത പ്രോബ്ലം ax plus b whole square. ഇതേമാതിരി ഇൻസ്പെക്ഷൻ മെത്തേഡ് വെച്ച് ഇതിൻ്റെ ആന്റി ഡെറിവേറ്റീവ് എന്ത് വരും? ഇവിടെ ഫംഗ്ഷൻ റേസ് ടു പവർ ആണ്, പവർ 2 ആണ്. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവിലെ ഫംഗ്ഷൻ റേസ് ടു പവർ വരണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് n-1 ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് x റേസ് ടു n ഈസ് nx റേസ് ടു n-1. പവർ കുറയും. അപ്പോൾ ഇവിടെ 2 വരണമെങ്കിൽ ആ ഫംഗ്ഷനിൽ പവർ എന്തായിരിക്കണം? 3 ആയിരിക്കണം, കൂടുതലായിരിക്കണം. സോ വി സ്റ്റാർട്ട് വിത്ത് d by dx of ax plus b the whole cube. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്, വിച്ച് ഈസ് x raised to n form. So n into ax plus b whole raised to 3 minus 1, which is 2, into derivative of ax plus b. Chain rule. ax plus b യുടെ ഡെറിവേറ്റീവ് a into x, a constant, x
ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1. അപ്പോൾ a ഇൻറ്റു 1 a. ഡെറിവേറ്റീവ് ഓഫ് b വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് 0. ഇത്രയാണ് എ എക്സ് പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ ഏതാ? എ എക്സ് പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് എന്താണോ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ ഇറ്റ് ബിക്കംസ് 1/3a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. Now take the constant inside. So d by dx of ax plus b the whole cube by 3a equal to ax plus b the whole square. So by inspection method നമുക്ക് പറയാം ax plus b whole square ന്റെ antiderivative ax plus b the whole cube by 3a will be the function. ax plus b whole square derivative ആയി വരുന്ന function ax plus b whole cube by 3a ആണ്. So we write therefore antiderivative of ax plus b the whole square is ax plus b the whole cube by 3a which is the required answer. ഇനി find the integrals എന്നാണ് ചോദ്യം. ഇറ്റ്സ് നോട്ട് ബൈ ഇൻസ്പെക്ഷൻ മെത്തേഡ് അല്ല, നമ്മൾ സാധാരണ ഇൻറ്റഗ്രൽ കാണുക. ഈ വാല്യൂവിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ കാണണം. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇത് ഡിവിഷൻ ഫോമിലാണ്. നമ്മൾ ഡിഫറൻസിയേഷനിൽ പോലെ കോഷ്യൻ റൂളൊന്നും ഇൻറ്റഗ്രേഷനിലില്ല. നമ്മൾ ആവുന്നതും നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഫംഗ്ഷൻ ആക്കാൻ ശ്രമിക്കണം. ആസ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നിരിക്കുന്ന അതേ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോണത് ഫസ്റ്റ് ഡിവൈഡ് ടേം ബൈ ടേം. അപ്പോൾ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. term by term divide ചെയ്തു. Now simplify. This is integral x cube by x square is x minus x1/x square. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എക്സ് റേസ് ടു n എന്നുള്ള ഫോമാണ്. അതിലേക്ക് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഡിനോമിനേറ്ററിലാണ്, അത് പവറിലേക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എക്സ് റേസ് ടു -2 വിൽ ബി ദ ഫംഗ്ഷൻ. നൗ ബോത്ത് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസും സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഒന്ന് എക്സും ഒന്ന് എക്സ് റേസ് ടു -2. എക്സ് എന്ന് പറയുമ്പോൾ അറിയാം അതിൻ്റെ പവർ 1 ആണ്. ഇനി എന്താ ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഡിഫറൻസ് സബ്ട്രാക്ഷൻ ഫോമുല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി പ്രകാരം ഷിഫ്റ്റ് ചെയ്യുക, ടേം ബൈ ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വിച്ച് ഈസ് ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു -2 ഡി എക്സ്. നൗ ദിസ് ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം by using the formula x raised to 1. Integral x raised to n നമുക്കറിയാം x raised to n plus 1 by n plus 1. പവർ ഒന്ന് കൂട്ടിയിടുക, ആ പവർ ഡിനോമിനേറ്ററിൽ എഴുതുക. So this becomes x raised to 1 plus 1 by 1 plus 1 minus x raised to -2. x raised to -2 plus 1 by -2 plus 1 plus c. Integration കഴിഞ്ഞു കഴിഞ്ഞാൽ we can add the constant of integration. Now this is again x raised to 2 by 2 minus x raised to -1 by -1 plus c. On simplification, which is again x raised to 2 by 2 minus minus plus ആവും, x raised to -1നെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഇത് 1/x എന്നുള്ള ഫോം ആയിരിക്കും പ്ലസ് സി, വിച്ച് ഈസ് ദ റിക്വയർഡ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇൻറ്റഗ്രലിനും കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരും. C1 ഫോർ ദ ഫസ്റ്റ് ഇൻറ്റഗ്രൽ, C2 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം സെക്കൻഡ് ഇൻറ്റഗ്രൽ. എല്ലാ ഇൻറ്റഗ്രലിനും ആഡ് ചെയ്യണമെന്നില്ല. നമുക്ക് അവസാനം ഫൈനൽ ആൻസറിനെ പ്ലസ് സിന്ന് ചേർത്താൽ മതി. കാരണം എല്ലാം ഒരു കോൺസ്റ്റന്റ് കൂടി സം ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലസ് സിന്ന് എഴുതുന്നത്. അപ്പോൾ ഓരോ ഇൻറ്റഗ്രലിനും കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കണമെന്നില്ല. അത് ഫൈനൽ ആൻസർ എഴുതുമ്പോൾ പ്ലസ് സി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. സോ ദ ഗിവൺ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1/x പ്ലസ് സി ഇസ് ദ ആൻസർ. അടുത്ത ചോദ്യം, ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 2/3 പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഇതാണ് ഫംഗ്ഷൻ. ഇവിടെ
ഓൾറെഡി എന്താണ് ദ ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഒരു ഫംഗ്ഷൻ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലും അടുത്ത ഫംഗ്ഷൻ 1. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം തന്നെ ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 2/3 ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 1 ഡി എക്സ്. നൗ അപ്ലൈ ദ സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഫോമാണ്. എക്സ് റേസ് ടു 2/3 പ്ലസ് 1 ബൈ 2/3 പ്ലസ് 1 പ്ലസ് ഇൻറ്റഗ്രൽ 1 ഡി എക്സ് നമുക്കറിയാം ഇറ്റ് ഈസ് എക്സ് പ്ലസ് സി. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ് ഫൈനൽ ആൻസർ. എക്സ് റേസ് ടു 2/3 പ്ലസ് 1 പ്ലസ് 2/3 എൽ സി എം എടുത്ത് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 2 പ്ലസ് 3/3 5/3 ബൈ 5/3 പ്ലസ് എക്സ് പ്ലസ് സി. ഡിനോമിനേറ്ററിൽ അറിയാം ഫ്രാക്ഷൻ ആണ്, അങ്ങനെ വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കും. അതുകൊണ്ട് 3/5 ഇൻറ്റു എക്സ് റേസ് ടു 5/3 പ്ലസ് എക്സ് പ്ലസ് സി ആണ് ഇതിൻ്റെ ഉത്തരം. ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്തു, ഓരോന്നും ടേം ബൈ ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ആഡ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇറ്റ് ദ എൻഡ്. ഫൈനൽ ആൻസറിൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആഡ് ചെയ്യും. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ സെക്കൻഡ് പ്രോബ്ലം. അടുത്തത് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 3/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് 1/x ഹോൾ ഇൻറ്റു ഡി എക്സ്. ഇതാണ് പ്രോബ്ലം. എക്സ് റേസ് ടു 3/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് 1/x ഇൻറ്റു ഡി എക്സ്. ഇതേമാതിരി സ്റ്റാൻഡേർഡ് ഫോമിലാണ് എല്ലാതും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്ത് എഴുതുക. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 3/2 ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 2e റേസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ 1/x ഡി എക്സ്. ഇൻറ്റഗ്രൽ ആദ്യം തന്നെ എല്ലാ ടേമിനും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് എക്സ് റേസ് ടു എൻ എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോം, ഇ റേസ് ടു എക്സ് 1/x സ്റ്റാൻഡേർഡ് ഫോമാണ്. നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് 2 കോൺസ്റ്റൻറ്റ്. പ്രോപ്പർട്ടിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രലിൻ്റെ പുറത്തെടുക്കാം. അപ്പോൾ 2 ഇൻറ്റു നൗ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ മൈനസ് ഇൻറ്റഗ്രൽ 1/x log ഓഫ് മോഡുലസ് എക്സ് പ്ലസ് സി ഇസ് ദ ആൻസർ. ഇവിടെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഫ്രാക്ഷൻ വന്ന കാരണം 3 + 2 5/2 ബൈ 5/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി. ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആണ്, റെസിപ്രോക്കൽ എടുക്കുക. സോ 2/5 എക്സ് റേസ് ടു 5/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി ആണ് ഉത്തരം വരിക. ടേം ബൈ ടേം ഷിഫ്റ്റ് ചെയ്തു, ഓരോന്നിനും ഇൻറ്റഗ്രൽ കൊടുത്തു. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അടുത്ത പ്രോബ്ലം ഇൻറ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. സൈൻ എക്സ് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആണ്. കോസ് എക്സ് ഷിഫ്റ്റ് ചെയ്യുക ഇൻറ്റഗ്രൽ. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ സൈൻ എക്സ് നമുക്കറിയാം അത് മൈനസ് കോസ് എക്സ് ആണ്. പ്ലസ് കോസ് എക്സ് ഇൻറ്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് സി ഇസ് ദ ആൻസർ. ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമാണ്, ഡയറക്റ്റ് റിസൾട്ട് കൊടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ് ഹോൾ ഇൻറ്റു ഡി എക്സ്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റിലൊന്നും നമ്മൾ സോഫാർ ഇതുവരെ റൂൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. ഓപ്പൺ ദി ബ്രാക്കറ്റ്, അതായത് കൊസീക് എക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. വി ഗെറ്റ് കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക് എക്സ് കോട്ട് എക്സ് ഹോൾ ഇൻറ്റു ഡി എക്സ്. cosec x into cosec x, cosec square x, cosec x into cot x, cosec x cot x. ഇനി ഇത് ഓരോന്നും ഷിഫ്റ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ cosec square x dx പ്ലസ് ഇൻറ്റഗ്രൽ
cosec x cot x dx. ഇനി ഓരോന്നും സ്റ്റാൻഡേർഡ് ഫോമാണ്. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ് ആണ്, പ്ലസ് ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക് എക്സ് പ്ലസ് സി is the required answer. Integral cosec square x minus cot x, integral cosec x cot x minus cosec x plus c ആണ് ഇതിൻ്റെ ഫൈനൽ ഉത്തരം. അടുത്ത പ്രോബ്ലം, integral 1 minus sin x by cos square x into dx. ഇത് ഇവിടെ ഡിവിഷൻ ഫോമിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിവിഷൻ റൂൾ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നോക്കണം. എന്ത് ചെയ്യുക, ആദ്യം തന്നെ ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യുക. 1 by cos square x മൈനസ് sin x by cos square x the whole into dx. 1 by cos square x എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഇല്ല, അതുകൊണ്ട് 1 by cos square xനെ കൺവേർട്ട് ചെയ്യാം. 1 by cos is sec. സോ 1 by cos square x എന്തായിരിക്കും, sec square x ആയിരിക്കും, മൈനസ് sin x by cos square xനെ ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. sin x by cos x ഇൻറ്റു 1 by cos x. cos square x ഡിനോമിനേറ്ററിലുള്ളത് cos x ഇൻറ്റു cos x എഴുതി, ഹോൾ ഇൻറ്റു dx. therefore integral sec square x മൈനസ്, ഇനി സൈൻ ബൈ കോസ് വന്നാൽ അത് ടാൻ ആണ്, സോ ഇറ്റ് ഈസ് ടാൻ എക്സ് ഇൻറ്റു 1 by കോസ് എന്ന് പറയുന്നത് സീക്ക് ആണ്. ഇതാണ് ഫങ്ഷൻ. ഇനി നോക്കി നോക്കൂ, ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, ഇൻ്റഗ്രൽ ടാൻ എക്സ് സീക്ക് എക്സ് സ്റ്റാൻഡേർഡ് ഫങ്ഷനാണ്. നമുക്ക് നേരിട്ട് ഇൻ്റഗ്രൽ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് സീക്ക് എക്സ് dx. Now what is integral sec square x? Tan x ആണ്. tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x മൈനസ് ഇന്റഗ്രൽ sec x tan x. sec x tan x വരണമെങ്കിൽ അത് sec x ന്റെ ഡെറിവേറ്റീവ് ആണ്. സോ tan x മൈനസ് sec x പ്ലസ് c ആണ് ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ്. നമ്മൾ കാണുന്നതൊക്കെ ആൻറ്റി ഡെറിവേറ്റീവ്സ് ആയിരുന്നു, അതിന് ക്യാപിറ്റൽ എഫ് എന്ന് കൊടുത്തിരിക്കുകയാണ്. ക്യാപിറ്റൽ എഫ് of small f defined by f of x equal to 4x cube minus 6. 4x cube minus 6 എന്നുള്ള ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കാണാനാണ് ചോദ്യം. ആ ആൻറ്റി ഡെറിവേറ്റീവിനെ ക്യാപിറ്റൽ എഫ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. വേർ എഫ് ഓഫ് 0 3 ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷനും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കാണാനാണ് ചോദ്യം, അതായത് ഇൻറ്റഗ്രൽ തന്നെ. സോ integral 4x cube minus 6 the whole into dx is the question. ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് ചെയ്യാം, 4x cube dx മൈനസ് 6 dx സ്പ്ലിറ്റ് ചെയ്തു. അപ്ലൈ സ്റ്റാൻഡേർഡ് റിസൾട്ട്. 4 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് എക്സ് റേസ് ടു എൻ, അപ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1, 3 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 മൈനസ് 6 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആയി, പ്ലസ് സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ കിട്ടിയത്. 4 ഇൻറ്റു എക്സ് റേസ് ടു 4 ബൈ 4 മൈനസ് 6x പ്ലസ് സി. ഇതിൽ 4 ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഗെറ്റ് ക്യാൻസൽ. സോ ദ ഫംഗ്ഷൻ ഈസ് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് സി. ഇതാണ് ആൻറ്റി ഡെറിവേറ്റീവ്. അതിനെ ഈ പ്രോബ്ലത്തിൽ റെപ്രസെൻറ്റ് ചെയ്തത് ഏത് ഫോമിലാണ്? എഫ് മീൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് സി. ഇനി എന്താ തന്നിരിക്കുന്ന കണ്ടീഷൻ? ഗിവൺ എഫ് ഓഫ് 0 ഈക്വൽ ടു 3. തന്നിരിക്കുന്നത് എഫ് ഓഫ് 0 ഈക്വൽ ടു 3, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആൻഡ് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് സിയിൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 3 പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്തായിട്ടാണ് വരുന്നത്? 3. അപ്പോൾ എക്സിന് 0 കൊടുക്കുക. സോ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 റേസ് ടു 4 മൈനസ് 6 ഇൻറ്റു 0 പ്ലസ് സി. എഫ് ഓഫ് 0 എന്താണ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്? 3 ആണ്.
അതുകൊണ്ട് 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 0 മൈനസ് 0 പ്ലസ് സി ഓർ സി ഈസ് ഈക്വൽ ടു 3. അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3. അതായത് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് 3 ഈസ് ദ യൂണീക്ക് ഫങ്ഷൻ. യൂണീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ പർട്ടിക്കുലർ വാല്യൂ ആണ്. എക്സ് 3 ആവും, സി എന്നുള്ളത് വാല്യൂ 3 ആവുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് 3 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ആസ് യൂഷ്വൽ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ ഇൻറ്റു ഡി എക്സ് വിച്ച് ഈസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസലായി ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 integral 1 dx x plus c is the required answer. അടുത്തത് integral root x minus 1 by root x the whole square. How to integrate this? ഇത് ആദ്യം തന്നെ ഏത് ഫോമിലാണ്? a minus b the whole square. a minus b the whole square എന്നുള്ള ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം. നമുക്കറിയാം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. therefore ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ a ഈസ് റൂട്ട് എക്സ് ഇറ്റ്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് the whole square. a square minus 2ab plus b square the whole into dx. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇവിടെ റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി വരുന്നത് മൈനസ് 2 ഇൻറ്റു 1 വിച്ച് ഇസ് മൈനസ് 2 പ്ലസ് വീണ്ടും 1 ബൈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ 1 by root x into 1 by root x which gives 1 by x the whole into dx. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി കൊടുത്തു സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് എക്സ് മൈനസ് 2 പ്ലസ് 1 ബൈ എക്സ്. ഇനി ഇവിടെ എക്സ് ഇൻ്റഗ്രൽ ഷിഫ്റ്റ് ചെയ്ത് ഓരോന്നിൻ്റെയും ഇൻ്റഗ്രൽ കാണും. അതിനായിട്ട് അടുത്ത സ്റ്റെപ്പ് ഇൻ്റഗ്രൽ x dx minus integral 2 dx plus integral 1 by x dx. Integral ഓരോന്നിൽക്കും കൊടുക്കുക. Integral x minus integral 2 dx plus integral 1 by x dx. Now integral x which is x square by 2. 2 constant പുറത്തേക്ക് എടുക്കാം. Integral dx x 1 by x integral log modulus x plus c ആണ് ഉത്തരം വരും. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. നേരത്തെ പ്രോബ്ലം ചെയ്തോണ്ട് നമുക്കിവിടെ ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യാനായിട്ട് ഇത് എക്സ് റേസ് ടു പവർ ഒന്നല്ല, ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 ആണ് എന്നുള്ള ഒരു ഫാക്ടറാണ്, ഒരു ടേമാണ് എക്സ് മൈനസ് 1 ടുഗെദർ. നമുക്കതുകൊണ്ട് ഇതിവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ശ്രദ്ധിക്കണം. ന്യൂമറേറ്ററിലെ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് നോക്കുക. അവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിൽ എക്സ് സ്ക്വയർ കോമൺ ആണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്റർ എക്സ് ക്യൂബ് ആ ബ്രാക്കറ്റ് ഇട്ടുന്ന ടേംസിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ള ടേംസ് എന്ത് വരും? അവിടെ എക്സ് മൈനസ് 1. ദ റിമൈനിങ് എക്സ് മൈനസ് 1 അവിടെ തന്നെ അത് ബ്രാക്കറ്റിലിട്ട് വെച്ചു. റിമൈനിങ് എക്സ് മൈനസ് ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1.
ഇനി ശ്രദ്ധിക്കാം, x-1 എന്നുള്ള ആ ടേം ന്യൂമറേറ്ററിൽ 2 ടേംസിലും ഉണ്ട്. അപ്പോൾ അവിടെ അത് ആ ടേം കോമൺ ആയി. സോ x-1 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ റിമൈനിങ് x² + 1, ബാക്കിയുള്ളത് x², ഇവിടുന്ന് x-1 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, റിമൈനിങ് 1 ഡിവൈഡഡ് ബൈ x-1 ഇൻറ്റു dx. അതുകൊണ്ട് x-1 എന്നുള്ള ടേം ക്യാൻസൽ ആയി പോയി. The remaining integral x² + 1 into dx, term by term integral കൊടുക്കുക, ആൻസർ ചെയ്തു. So it is integral x² dx plus integral 1 dx, which is x³ by 3 plus x plus c is the required answer. അടുത്ത ക്വസ്റ്റ്യൻ, integral 1 minus x into root x into dx. 1 minus x into root x into dx. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ബ്രാക്കറ്റ് ഉണ്ട്, ഔട്ട്സൈഡ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇൻറ്റഗ്രൽ, ദിസ് ഈസ് ഇൻറ്റഗ്രൽ 1 into root x minus x into root x the whole into dx. root x minus x into root x whole into dx. This is integral root x dx minus x root x dx. Term by term integral shift ചെയ്തു. ഇനി നമുക്ക് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോം ഒന്നുമില്ല, പക്ഷെ റൂട്ട് എക്സിനെ പവർ ആക്കി നമുക്ക് എഴുതാൻ അറിയാം. നമുക്കറിയാം റൂട്ട് വന്നാൽ അത് പവർ 1/2 ആണ്. സോ ഇൻറ്റഗ്രൽ x⁻² 1/2 dx മൈനസ് ഇൻറ്റഗ്രൽ എക്സിൻ്റെ അവിടെ പവർ 1 ഇൻറ്റു root x again x⁻² 1/2 dx. ഇനി ഇവിടെ ഇത് സ്റ്റാൻഡേർഡ് ഫോമായി x⁻n. അതുകൊണ്ട് x⁻n + 1 / n + 1 മൈനസ്, ഇവിടെ ഇത് പ്രൊഡക്റ്റിലാണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്നൊന്നും സോ ഫാർ ബിഗിനിങ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെ x⁻n എന്നുള്ള പവറിലേക്ക് ആക്കാൻ നോക്കുക. കാരണം ഇവിടെ ബേസ് സെയിം ആണ്, x⁻1 into x⁻½ ബേസ് സെയിം ആണെങ്കിൽ പവർ നമുക്ക് ആഡ് ചെയ്യാം. a⁻m into a⁻n equal to a⁻m + n എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ x⁻1 + ½ എന്നുള്ളത് വരും. ഇതിൻ്റെ ഇൻ്റഗ്രൽ കഴിഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 1 + ½ ഈസ് 3/2 മൈനസ് ഇൻ്റഗ്രൽ x⁻1 + ½ വീണ്ടും 3/2 ഇൻറ്റു dx. ഇനി ഇവിടെ രണ്ടാമത്തെ ഇൻ്റഗ്രൽ x⁻n ഫോമാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് x⁻n എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3 x⁻3/2. റെസിപ്രോക്കൽ, ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. 2/3 x⁻3/2 മൈനസ് ഇവിടെ x⁻n ഫോം, അപ്പോൾ x⁻n/2 + 1 / n/2 + 1 ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു. therefore add constant of integration c. so 2/3 x⁻3/2 minus x⁻5/2 / 5/2 plus c, or 2/3 x⁻3/2 minus 2/5 x⁻5/2 plus c ആണ് ഉത്തരം വരും. This is the required answer for this integral. അടുത്ത ക്വസ്റ്റ്യൻ, integral sec² x by cosec² x. integral sec² x by cosec² x ഡിവിഷൻ ഫോമിലാണ്. അതുകൊണ്ട് നേരിട്ട് നമുക്ക് ഇൻ്റഗ്രൽ sec² x by ഇൻ്റഗ്രൽ cosec² x എന്ന് പറഞ്ഞിട്ടുള്ള റൂളില്ല, ഡിവിഷൻ വരും. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇൻ്റഗ്രൽ sec² x, സീക്ക് എന്ന് പറയുന്നത് 1/cos² x ആണ്. cosec² x again is 1/sin² x. അപ്പോൾ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ വന്നില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/cos² x into sin² x by 1 the whole into dx.
Therefore, remaining sin square by cos square ആണ്. നമുക്കറിയാം sin by cos tan ആണ്. അപ്പോൾ sin square by cos square എന്തായിട്ട് വരും? tan square x ആയിട്ട് വരും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ tan square x ആണ് വന്നിട്ടുള്ളത്. ഇനി വീണ്ടും tan xോ tan square xോ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് tan square x ആയി ഡെറിവേറ്റീവ് ആയി വരുന്ന ഫംഗ്ഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടിലില്ല. അപ്പോൾ വീണ്ടും tan square xനെ മാറ്റാൻ ശ്രമിക്കണം. ഒരു ഐഡൻറ്റിറ്റി 10th പഠിച്ചിട്ടുണ്ട്. sec square x minus tan square x is 1. ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. sin square x plus cos square x equal to 1. sec square x minus tan square x equal to 1. cosec square x minus cot square x equal to 1. ഇതിന്ന് tan square xൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കുക. മൈനസ് tan square x എന്ന് പറയുന്നത് 1 മൈനസ് sec square x ആണ്. ഇവിടുത്തെ മൈനസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ tan square x എന്ന് പറയുന്നത് sec square x minus 1 എന്ന് വരും. മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് sec square x പ്ലസ് sec square x ആയി. അതുകൊണ്ട് sec square x minus 1 പോസിറ്റീവ് ആദ്യമായിട്ട് എഴുതി. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ tan x ഇൻ ദ അബോവ് റിസൾട്ട്. നേരത്തെ കിട്ടിയ tan square xന് പകരം എന്ത് കൊടുക്കാം? sec square x minus 1 into dx. ഇനിയുള്ള ഇൻ്റഗ്രേഷനിലൊക്കെ tan square x എന്നുള്ള ഫംഗ്ഷൻ വരും. അവിടെ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് കൊടുക്കാനില്ല. അതുകൊണ്ട് ചെയ്യാവുന്നത് sec square x minus 1 ആണ്. ഇതൊന്ന് ഓർമ്മിച്ചെടുക്കണം. sec square x minus 1. sec square x സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സോ വാട്ട് ഈസ് ഇൻ്റഗ്രൽ നൗ? sec square x dx മൈനസ് ഇൻ്റഗ്രൽ 1 dx. ഇൻ്റഗ്രൽ sec square x എന്ന് പറയുന്നത് tan x ആണ്. മൈനസ് ഇൻ്റഗ്രൽ 1 dx ഈസ് x പ്ലസ് c ഇസ് ദ ആൻസർ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ആവുന്നതും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിട്ട് വേണം പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാനായിട്ട്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 2 മൈനസ് 3 sin x ബൈ cos square x. ഇൻ്റഗ്രൽ 2 മൈനസ് 3 sin x ബൈ cos square x ഇൻറ്റു dx. വീണ്ടും ഇവിടെ നമുക്ക് മോൾ 2 മൈനസ് 3 എന്നുള്ള sin x എന്നുള്ള ഫോം ആയതുകൊണ്ട് ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യാവുന്നതാണ്. വിച്ച് ഈസ് 2 ബൈ cos square x minus 3 sin x by cos square x into dx. 2 by cos square x സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ നോക്കണം. വിച്ച് ഈസ് ഇൻ്റഗ്രൽ 2 അവിടെ തന്നെ 1 by cos square. 1 by cos square എന്ന് പറയുന്നത് sec square x ആണ്. മൈനസ് 3 കോൺസ്റ്റൻറ്റ്. sin x by cos square xനെ സ്പ്ലിറ്റ് ചെയ്യുക. sin by cos into 1 by cos. Therefore, തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 2 sec square x ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലേക്കായി മൈനസ് 3 sin by cos is tan 1 by cos is sec the whole into dx. നമുക്കറിയാം sec square x സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. tan x sec xും ഡയറക്റ്റ് ഇൻ്റഗ്രൽ കിട്ടുന്നതാണ്. 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ sec square x tan x മൈനസ് 3 കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ sec x tan x ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യണു. ഇൻ്റഗ്രൽ sec x tan x is sec x പ്ലസ് c ആണ് ഇതിൻ്റെ ഉത്തരം വരും.